RSS സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മുടെ കേരളത്തിലെ VC-മാർ പോയതൊക്കെ വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഓരോ കാര്യം നടക്കുമ്പോഴും അതിന് പ്രതികൂലിക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും അവരവരുടേതായ ന്യായവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ പ്രതികൂലിക്കുന്നവർ അത്തരത്തിലുള്ള മറ്റൊരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ എന്ത് പറഞ്ഞ് ഇല്ലാതെയാക്കണം എന്ന് കൂടി പറയേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. പറഞ്ഞു വന്നത് കേരളത്തിലെ VC-മാർ, സർവകലാശാല VC-മാരൊക്കെ RSSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നുവല്ലോ. കുറച്ച് ദിവസത്തേക്ക് മാധ്യമങ്ങളെ നിയന്ത്രിച്ചിരുന്നത് പോലും ഈ ഒരു വിഷയമാണ്. കാരണം ബ്രേക്കിംഗ് ആയി പോയിക്കൊണ്ടിരുന്നതുമൊക്കെ ഈ വിഷയങ്ങളാണ്. അതിനിടയിൽ പലരും പറഞ്ഞു അങ്ങനെ പങ്കെടുത്ത VC-മാരൊക്കെ മാപ്പ് പറയണം എന്നാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു കാര്യവും ആഭ്യന്തരമന്ത്രിയുടെ ആവശ്യവും മറ്റൊന്നായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ VC-മാർ മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ സർക്കാരിന്റെ പരിപാടികളിലും ശ്രദ്ധിക്കാനില്ലേ എന്ന് ചോദിച്ചാൽ തെറ്റു പറയാൻ കഴിയും. മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. ഈ ഓപ്പറേഷൻ തൂഫാൻ കേരള പോലീസിന്റെ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി കൂടിയാണ്. അപ്പോൾ ഒരു മതേതര സർക്കാരാണ് ഭരിക്കുന്നത് എന്ന് പറയുന്നു. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ ഒരു ഔദ്യോഗിക പരിപാടിയാണിത് സർക്കാരിന്റെ. അത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ഒരു പരിപാടിയിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനും മതപണ്ഡിതനുമായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എത്തിയിരിക്കുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് മതപണ്ഡിതന്മാരെ വിളിച്ച് ആനയിക്കുന്നത് എന്നുള്ളത്? ഇത് അങ്ങോട്ട് പോയി കണ്ടു, ഇത് സർക്കാർ ഇങ്ങോട്ടേക്ക് ആനയിച്ചു വരുത്തുകയാണ്. ലീഗിന്റെ നേതാക്കൾ വരുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? പക്ഷേ സമസ്തയുടെ അധ്യക്ഷനൊക്കെ വരുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ളതാണ്. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ 2022 മെയ് 15 ഒരു പരിപാടി നടന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. എന്തായിരുന്നു? കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങായിരുന്നു. അവിടെ 10ാം ക്ലാസ്സിലെ പഠിച്ചിരുന്ന ഒരു കുട്ടി, പെൺകുട്ടി, ഒരു കുട്ടിയല്ല പെൺകുട്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ വേണ്ട, അവിടെ വരണ്ട എന്ന് പറയുകയും പെൺകുട്ടികൾ സ്റ്റേജിൽ കയറണ്ട, രക്ഷിതാവ് സമ്മാനം വാങ്ങിയാൽ മതി എന്നുള്ള നിലപാട് എടുക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരു മതാധ്യക്ഷനാണ് അദ്ദേഹം. ആ ഒരു നിലപാട് സംഘാടകരോടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രശ്നമില്ലേ? ഭരണഘടനാ വിരുദ്ധത വരുന്നില്ലേ? അത്തരത്തിൽ ഒരു ലിംഗവിവേചനം കാണിക്കരുത് എന്നുള്ളത് ഉണ്ടല്ലോ. അങ്ങനെയുള്ള സാമൂഹിക പ്രത്യാഘാതം വരുന്നുണ്ട്. പിന്നെ RTE ആക്ട് 2009 കുട്ടികളുടെ അവകാശം, വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായിട്ടുള്ള പരിഗണന നൽകണം എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു വേദിയിൽ, ഇത്തരത്തിലുള്ള വേദിയിൽ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള സ്ത്രീകളോ മന്ത്രിമാരോ MLA-മാരോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഇവർക്ക് പ്രശ്നമില്ല. അപ്പോ ഒരു 10ാം ക്ലാസ്സുകാരിക്ക് സമ്മാനം വാങ്ങാനായിട്ട് വിലക്കുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഈ കാര്യം ചേർത്ത് വായിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന മോഹൻ ഭാഗവത്തിനെ കാണാനായിട്ട് സർവകലാശാല VC-മാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാവ്യവൽക്കരണം എന്നുള്ള ഒരു ആരോപണം, സത്യത്തിൽ അതൊരു ആരോപണമല്ല, ആക്രോശമാണ്. അങ്ങനെ ഒരു ആക്രോശം നടത്തുന്നു. എന്നാൽ അങ്ങനെ ആക്രോശം നടത്തുന്നവർ ഒരു സുന്നി മത നേതാവിന്റെ, മതാധ്യക്ഷനെ ഒരു ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിലേക്ക് വിളിക്കുന്നു. ഇതിന്റെ വീഡിയോ കാണണം കേട്ടോ. അദ്ദേഹം ഇരിക്കുകയാണ്, സുന്നി മത നേതാവ് ഇരിക്കുകയാണ്, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല വരികയാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയേക്കാൾ മന്ത്രി അദ്ദേഹത്തെക്കാളും ഒരു വയസ്സ് മുതിർന്ന ഒരാളാണ്. പ്രായം പറയുന്നതിലൊന്നും അർത്ഥമില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു പദവിയെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ ഒന്ന് എണീറ്റൊക്കെ നിൽക്കാറുണ്ട്. ഇനി അതിന്റെ ആവശ്യമില്ല, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയുന്നവരോട് വേറൊന്നും പറയാനില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ബഹുമാനം പോലും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. അത് ശ്രീ ആഭ്യന്തരമന്ത്രിക്കും അതൊരു വിഷയമായിട്ട് തോന്നുന്നതുമില്ല. അപ്പോ
ഈ ഒരു സുന്നി മത നേതാവിന്റെ കാൽക്കൽ ഒരു സർക്കാർ പരിപാടിയുടെ ഫ്ലെക്സുമായിട്ട് പോകുന്നത് മതസൗഹാർദ്ദമായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. മതേതരത്വം എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് ഒരു അകലത്തിൽ നിർത്തുക എന്നതാണ്. അപ്പൊ ഒരു മതത്തിനെ, ഒരു നേതാവിനെ തൊട്ടാൽ ഒരു തീണ്ടപ്പാടും അല്ലെങ്കിൽ മറ്റു മതത്തിന്റെ നേതാവിനും ഒരു സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അത് മതേതര സമൂഹത്തിന് നല്ലതല്ല. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ ഓപ്പറേഷൻ തൂഫാൻ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പോരെ, പോലീസ് മന്ത്രി പോരെ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു മത നേതാവിന്റെ സാന്നിധ്യം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലഹരിക്കെതിരെ പോരാടാനായിട്ട് പോലീസിന് ഭരണഘടന നൽകുന്ന അധികാരമുണ്ട്. ഈ അധികാരം പോരെ എന്നുള്ള ചോദ്യവും ഉണ്ട്. അതല്ലാതെ മത നേതാവിന്റെ പ്രാർത്ഥനയോ അനുഗ്രഹാശിസുകളോ അവിടെ ആവശ്യമുള്ളതുണ്ടോ എന്നുള്ള ചോദ്യവും അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇനി നാളെ ഒരു ക്ഷേത്ര പൂജാരിയുടേതോ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രീസ്റ്റുകളുടെയോ ക്രിസ്ത്യൻ പുരോഹിതന്റെയോ ഒക്കെ അടുത്ത് ഇതേ ഫ്ലെക്സുമായിട്ട് പോലീസ് പോകുമോ? സംശയമാണ്. അങ്ങനെ പോകാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. ഇല്ലെങ്കിൽ അത് വിവേചനമല്ലേ? അതിനു കൂടി ഉത്തരം പറയേണ്ടി വരും. പിന്നെ ഈ കുഞ്ഞു പെൺമക്കളൊക്കെ സ്റ്റേജിൽ കയറുമ്പോഴേക്കും ആകാശം എല്ലാം കൂടി ഇടിഞ്ഞു വീഴും എന്നൊക്കെ ചിന്തിക്കുന്ന, സ്ത്രീകളുടെ വ്യായാമത്തെ പോലുമൊക്കെ എതിർക്കുന്ന ആശയഗതിക്കാരെ സർക്കാർ ബ്രാൻഡ് അംബാസഡർ ഒക്കെ ആക്കുന്നതിലെ യുക്തിയും പൊതുജന സമൂഹത്തിന് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതൊന്നും പലരും പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ അങ്ങനെയല്ല, വി.ഡി. സതീശൻ സർക്കാർ ചെയ്യുന്ന എല്ലാം അടിപൊളിയാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഒരു വിമർശനമില്ലായ്മയും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള മത നേതാക്കളെയും അതുമായി ബന്ധപ്പെട്ടുള്ള സമുദായ സംഘടനാ നേതാക്കളെയൊക്കെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലുമുള്ള മത സാമുദായിക സംഘടനാ നേതാക്കളെ സർക്കാർ അകറ്റി നിർത്തണം. ഒരു കൂട്ടർക്ക് ഇന്നും മറ്റൊരു കൂട്ടർക്ക് ഔട്ടുമാണ് അടിച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു ശരിയായ നിലപാടല്ല. നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ള ഒരു ഹാഷ്ടാഗ് ഒക്കെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് അത് നിലനിർത്തേണ്ടി വരിക എന്നുള്ളതും അദ്ദേഹത്തിന്റെ തന്നെ പണിയാണ്. എന്തായാലും കേരളം നിങ്ങൾക്ക് വോട്ട് തന്നത് ഭരണഘടന നടപ്പിലാക്കാനാണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. മത നേതാക്കളുടെ ഒന്നും അടുത്തു പോകാനല്ല. പോകുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണണം. തൊട്ടാൽ എല്ലാത്തിലും തൊടണം. പോകുന്നുണ്ടെങ്കിൽ എല്ലാവരെയും കാണണം. എല്ലാവർക്കും അതിൻ്റെതായ ബഹുമാനവും സ്വീകാര്യതയും ഉണ്ടാകണം. അതല്ലെങ്കിൽ എല്ലാവരെയും ഒരു ആം ഡിസ്റ്റൻസിൽ നിർത്തണം. അതാണ് ഒരു ഉചിതമായ വഴി എന്ന് പറയുന്നത്. അതാവുമ്പോൾ ആർക്കും ആരോടും ഒരു അസ്വാരസ്യമോ നീരസമോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതകളുമില്ല. എല്ലാം വളരെ മിനിമലായിട്ട് പോവുകയും ചെയ്യും. അപ്പോ സർസംഘചാലകനെ കാണുമ്പോൾ അയ്യോ ആകാശം പൊട്ടി അടർന്നു വീണു എന്നുള്ളത്, സുന്നി മതാധ്യക്ഷനെ കാണുമ്പോൾ അതൊരു പ്രശ്നവുമേ അല്ല എന്ന് പറയുന്ന രീതി, അത് ശരിയല്ല.